ഇന്നത്തെ വീഡിയോ ഒരു പ്രിൻ്റർ മോഡിഫിക്കേഷൻ വീഡിയോ ആണ്. പ്രിൻ്റർ മോഡിഫൈ ചെയ്യാൻ വേണ്ടി ആവശ്യമായ കിറ്റാണിത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം ഒരു ഇങ്ക് ടാങ്ക് ഉണ്ട്. ഇതൊക്കെയാണ് എനിക്ക് ഈ കിറ്റിൽ നിന്ന് കിട്ടിയത്. കാട്രിഡ്ജ് ഒരു സ്കാമാണ്. അറിയാവുന്നതുപോലെ ഒരു കാട്രിഡ്ജ് വെച്ച് 40 അല്ലെങ്കിൽ അതിൽ കുറവ് പ്രിൻ്റ് മാത്രം നമുക്ക് കിട്ടുള്ളൂ. വളരെ എഫിഷ്യൻ്റായിട്ട് ലാഭകരമായി പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം ഒരു മോഡിഫിക്കേഷൻ നമ്മളിന്ന് ചെയ്യുന്നത്. ഒരു ഇങ്ക് ടാങ്ക് കാട്രിഡ്ജിലോട്ട് ഘടിപ്പിച്ച് കാട്രിഡ്ജിൽ ടാങ്കിൽ നിന്നുള്ള ഇങ്ക് സപ്ലൈ ചെയ്യുന്നു. അതിനാവശ്യമായ കിറ്റും അതിൻ്റെ അനുബന്ധ പാർട്സും ആണ് കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായി പ്രിൻ്ററിൽ നിന്ന് കാട്രിഡ്ജ് രണ്ടും പുറത്തെടുക്കണം. ഇതിൽ കാണുന്ന പോലെ 2 കാട്രിഡ്ജ് ഉണ്ട് ഇങ്ക്ജെറ്റ് പ്രിൻ്ററിന്. അപ്പോൾ ഒന്ന് കളറാണ്, മറ്റേത് ബ്ലാക്ക് കാട്രിഡ്ജാണ്. അടുത്തതായി കാട്രിഡ്ജിൻ്റെ സ്റ്റിക്കർ അഴിച്ചു മാറ്റണം. അതിനുശേഷം കാട്രിഡ്ജിൽ ഡ്രിൽ ചെയ്ത് ഹോൾ ഉണ്ടാക്കണം. അതുവഴി ടാങ്കിൽ നിന്നുള്ള ഇങ്ക് ട്യൂബ് വഴി നമുക്ക് കാട്രിഡ്ജിൽ എത്തിക്കാവുന്നതാണ്. കളർ കാട്രിഡ്ജിൽ 3 ഹോൾ വേണം. അതുപോലെ ബ്ലാക്ക് കാട്രിഡ്ജിൽ ഒറ്റ ഹോൾ മതിയാകും. കളർ കാട്രിഡ്ജിലാണെങ്കിൽ 3 കമ്പാർട്ട്മെൻ്റ് ഉണ്ട് 3 കളറിന് വേണ്ടി. അതുകൊണ്ടാണ് 3 ഹോൾ വേണ്ടത്. അതുപോലെ ബ്ലാക്ക് കാട്രിഡ്ജിൽ ബ്ലാക്ക് ഇങ്ക് മാത്രം ഉള്ളൂ. അതുകൊണ്ട് ഒറ്റ ഹോൾ മതിയാവും. അതിനുശേഷം സിലിക്കോൺ കപ്ലർ ഹോളുകളിൽ ഇറക്കി വയ്ക്കണം. ഇങ്ക് ലീക്കാവുന്നത് തടയാൻ വേണ്ടിയാണിത്. കാട്രിഡ്ജിൽ വൃത്താകൃതിയിലുള്ള അടയാളമുണ്ട്. അവിടെയാണ് ഡ്രിൽ ചെയ്യേണ്ടത്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ടാങ്കിലും കാട്രിഡ്ജിലും ഇങ്ക് ഒഴിക്കാവുന്നതാണ്. കാട്രിഡ്ജിൽ ഓരോ കളറിനും ഓരോ അറയാണുള്ളത്. ഓരോ ഇങ്കും അതിൻ്റെ തന്നെ അറയിൽ ഒഴിക്കാൻ ശ്രദ്ധിക്കണം.
ടാങ്കിൽ നിന്ന് വരുന്ന ട്യൂബ് കാട്രിഡ്ജിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇതുപോലത്തെ കണക്റ്റേഴ്സ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ടാങ്കിൽ നിന്ന് വരുന്ന ഓരോ പൈപ്പും കാട്രിഡ്ജിൽ കണക്ട് ചെയ്യേണ്ടതാണ്. ടാങ്കിൽ നിന്ന് ഇങ്ക് കാട്രിഡ്ജിൽ എത്തിക്കാനാണ് അടുത്ത ശ്രമം. എയർ ബബിൾസ് വന്നാൽ അത് കളയാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ശരിയായ രീതിയിൽ ടാങ്കിൽ നിന്ന് കാട്രിഡ്ജിലോട്ട് ഇങ്ക് വന്നില്ല എങ്കിൽ സിറിഞ്ച് ഉപയോഗിച്ച് അത് വലിച്ചെടുക്കണം. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ കാട്രിഡ്ജ് പ്രിൻ്ററിൽ കണക്ട് ചെയ്താൽ മാത്രം മതിയാവും. പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് ടാങ്കിൻ്റെ ഓരോ ക്യാപ്പും തുറന്നു വയ്ക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ടാങ്കും പ്രിൻ്ററും ഒരേ ലെവലായിരിക്കണം. അല്ലെങ്കിൽ നോസിൽ വഴി ധാരാളം ഇങ്ക് ലീക്കാവാനുള്ള സാധ്യത കൂടുതലാണ്.